മനുഷ്യപരിണാമത്തിൻ്റെ ഒരു വലിയ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിലെ ഒന്നാമത്തെ സീസണിലെ ഒന്നാമത്തെ എപ്പിസോഡാണ് ഇത്. ഇതുപോലെ 13 എപ്പിസോഡുകൾ ഈ സീസണിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു വീഡിയോ മിസ്സാക്കാതിരിക്കാൻ നോട്ടിഫിക്കേഷൻസ് ഇപ്പോഴേ ഓണാക്കി വയ്ക്കുക. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ആഫ്രിക്കയിലാണ് മനുഷ്യൻ ഉത്ഭവിച്ചത് എന്നുള്ളതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണെന്നാണ്. നമുക്കറിയാം, ഏതെങ്കിലും നാട്ടിൽ ഉത്ഭവിക്കുന്ന ജീവികൾ ആ നാടുമായി ചുറ്റിപ്പറ്റി മാത്രമാണ് കാണപ്പെടുന്നത്. ഉദാഹരണത്തിന് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന കൻകാരുക്കൾ, ചൈനയിലെ പാണ്ടകൾ, ആഫ്രിക്കയിലെ ഗൊറില്ലകളും ചിമ്പാൻസികളും, മെഡഗാസ്കറിലെ ലീമറുകൾ, കോസ്റ്ററിക്കയിലെ വിഷത്തവളകൾ, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇതുപോലെ ഒരു നാട്ടിൽ ഉത്ഭവിക്കുകയും ആ നാട്ടിൽ മാത്രം ജീവിച്ച് മരിക്കുകയും ചെയ്തിരുന്ന ഒരു ജീവിയായിരുന്നു മനുഷ്യൻ. അപ്പോൾ ഏതാണ് മനുഷ്യൻ്റെ ജന്മഭൂമി അഥവാ ഹോംലാൻഡ്? അത് ആഫ്രിക്കയാണ്. ഇങ്ങനെ പറയാനുള്ള തെളിവുകൾ എന്തൊക്കെയാണ്? 2 പ്രധാനപ്പെട്ട തെളിവുകളാണ് ഉള്ളത്. ഒന്ന് പാലിയൻറ്റോളജിയിൽ നിന്നുള്ള തെളിവുകൾ, 2 ജെനറ്റിക്സിൽ നിന്നുള്ള തെളിവുകൾ. ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട 7 തെളിവുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തേത്, ഇതുവരെ കിട്ടിയിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന മനുഷ്യൻ്റെ ഫോസിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ് എന്നുള്ളത്. നമുക്കറിയാം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ കിട്ടിയിട്ടുള്ള ഫോസിലുകളുടെ പ്രായവും വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രായങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചിട്ടുള്ളതെങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന ഫോസിൽ വരേണ്ടത് ആഫ്രിക്കയിൽ നിന്നാണ്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മൊറോക്കോയിലെ ജബൽ ഇർഹൂദ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഫോസിൽ ഏതാണ്ട് 2,81,000 മുതൽ ഏതാണ്ട് 3,49,000 വർഷം പഴക്കമുള്ള ഒരു ഫോസിലായിരുന്നു അത്. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത് ആഫ്രിക്കയിലെ ജനതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജനിതക വൈവിധ്യം ഉള്ളത് എന്നുള്ളത്. ആഫ്രിക്കയിൽ മനുഷ്യൻ ഉത്ഭവിക്കുന്നു. ആ ആഫ്രിക്കയിൽ നിന്ന് കുറച്ച് മനുഷ്യർ, ഒരു പങ്ക് മനുഷ്യർ മറ്റൊരു ദേശത്തേക്ക് കുടിയേറുന്നു. സ്വാഭാവികമായും ആഫ്രിക്കയിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരുടെയും ജനിതക വൈവിധ്യം പുറത്തേക്ക് ഒഴുകിപ്പോയ മനുഷ്യർക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആഫ്രിക്കയിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും മറ്റ് ദേശങ്ങളിൽ ഒരിടത്തും കാണാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ തെളിവ്. മൂന്നാമത്തെ തെളിവെന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് ദൂരം കൂടുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ജനിതക വൈവിധ്യം കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ആഫ്രിക്കയിൽ മനുഷ്യൻ ഉത്ഭവിക്കുന്നു, അവിടെ നിന്ന് ഒരു പങ്ക് മറ്റേതെങ്കിലും ദേശത്തേക്ക് പോകുന്നു, കുറച്ച് തലമുറകൾക്ക് ശേഷം അവിടെ നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകുന്നു, കുറച്ച് തലമുറകൾക്ക് ശേഷം അവിടെ നിന്ന് മറ്റേതെങ്കിലും ദേശത്തേക്ക് പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയ മനുഷ്യർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ സീരിയൽ ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കാരണം ആഫ്രിക്കയിൽ നിന്ന് ദൂരം കൂടുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ജനിതക വൈവിധ്യം കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ആഫ്രിക്കയിലേക്കുള്ള മനുഷ്യൻ്റെ ദൂരം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് മനുഷ്യൻ്റെ ജനിതക വൈവിധ്യം കൂടി വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ തെളിവ്. നാലാമത്തെ തെളിവെന്ന് പറയുന്നത് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള മൈറ്റോകോൺട്രിയൽ ഹാപ്ലോ ഗ്രൂപ്പ് ഉള്ളത് ആഫ്രിക്കയിലാണ്. നമുക്കറിയാം, എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണ്. കോശങ്ങൾക്കുള്ളിലാണ് ജനിതക പദാർത്ഥമായിട്ടുള്ള DNA ഉള്ളത്. ഇവയെ ന്യൂക്ലിയർ DNA എന്ന് നമ്മൾ വിളിക്കുന്നു. ഈ ന്യൂക്ലിയർ DNAയുടെ അടുത്ത് തന്നെ മൈറ്റോകോൺട്രിയൽ DNA എന്ന പേരുള്ള മറ്റൊരു DNA ഉണ്ട്. മൈറ്റോകോൺട്രിയൽ DNA അമ്മ വഴി മാത്രമേ അടുത്ത തലമുറയിലേക്ക് പോകാറുള്ളൂ. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും മൈറ്റോകോൺട്രിയൽ DNA ഉണ്ട്. ഈ എല്ലാ കാണുന്ന മനുഷ്യരുടെയും മൈറ്റോകോൺട്രിയൽ DNAക്ക് ചെറിയ വ്യത്യാസങ്ങളുമുണ്ട്. ഈ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൈറ്റോകോൺട്രിയൽ DNA ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഒരു വംശാവലി തയ്യാറാക്കാൻ വേണ്ടി കഴിയും. ആ വംശാവലിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള മൈറ്റോകോൺട്രിയായ L0 കാണപ്പെടുന്നത് ആഫ്രിക്കയിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ തെളിവ് പറയുന്നത് എല്ലാ മനുഷ്യർക്കും മൈറ്റോകോൺട്രിയൽ DNA ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഏഷ്യയിലുള്ള ജനങ്ങൾക്ക് മൈറ്റോകോൺട്രിയൽ DNA ഉണ്ട്, യൂറോപ്പിലുള്ള ജനങ്ങൾക്ക് മൈറ്റോകോൺട്രിയൽ DNA ഉണ്ട്. ഏഷ്യയിൽ കാണപ്പെടുന്ന ജനതകളുടെ മൈറ്റോകോൺട്രിയൽ DNAയുടെ വ്യത്യാസവും യൂറോപ്പിൽ കാണപ്പെടുന്ന ജനങ്ങളുടെ മൈറ്റോകോൺട്രിയൽ DNAയിൽ കാണപ്പെടുന്ന വ്യത്യാസവും ഒക്കെ തന്നെ ആഫ്രിക്കയിലെ ജനങ്ങളുടെ മൈറ്റോകോൺട്രിയൽ DNAയുടെ വ്യത്യാസത്തിൻ്റെ ഒരു പങ്കായി നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് കഴിയും എന്നുള്ളതാണ് അഞ്ചാമത്തെ തെളിവ്. ആറാമത്തെ തെളിവെന്ന് പറയുന്നത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള വൈക്രോമോസോമൽ ഹാപ്ലോ ഗ്രൂപ്പ് ആഫ്രിക്കയിലാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യന് 46 ക്രോമോസോമുകളാണുള്ളത്. എന്താണ് ക്രോമോസോമുകൾ? നമുക്ക് DNA ഉണ്ട്. DNAകളെ
ക്രോമോസോമുകളുടെ രൂപത്തിലാണ് കോശത്തിനകത്ത് വെച്ചിട്ടുള്ളത്. 46 ക്രോമോസോമുകൾ അഥവാ 23 ജോഡി ക്രോമോസോമുകളാണ് മനുഷ്യർക്കുള്ളത്. 23 അച്ഛനിൽ നിന്നും 23 അമ്മയിൽ നിന്നും. അങ്ങനെ 46 ക്രോമോസോമിലെ 44 ഓട്ടോസോമുകളെന്ന് വിളിക്കുന്നു. ബാക്കിയുള്ള 2 സെക്സ് ക്രോമോസോമുകൾ എന്നറിയപ്പെടുന്നു. എക്സ് ക്രോമോസോം എന്നും വൈ ക്രോമോസോം എന്നും പറയുന്നു. മൈറ്റോകോൺട്രിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു വംശാവലി തയ്യാറാക്കിയതുപോലെ പുരുഷന്മാരുടെ ഒരു വംശാവലി തയ്യാറാക്കാൻ നമുക്ക് വൈ ക്രോമോസോമുകൾ ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ വൈ ക്രോമോസോമുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വംശാവലിയിൽ നിന്ന് വ്യക്തമായത് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള വൈ ക്രോമോസോമൽ ഹാപ്ലോ ഗ്രൂപ്പ് കാണപ്പെടുന്നത് എവിടെയാണ്? ആഫ്രിക്കയിലാണ് എന്നുള്ളത്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യൻ്റെ DNA-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മനുഷ്യൻ്റെ ഫോസിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമായിരുന്നു. ഇനി 7ാമതായി പറയാൻ പോകുന്ന തെളിവ് മറ്റൊരു ജീവിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ പേരാണ് ഹെലിക്കോബാക്ടർ പൈലോറി, ചുരുക്കി എച്ച് പൈലോറി എന്ന് പറയാറുണ്ട്. അത് ഒരു ബാക്ടീരിയ ആണ്. സാധാരണഗതിയിൽ പെപ്റ്റിക് അൾസർ ഉണ്ടാക്കുന്ന ഒരു ജീവിയാണത്. ആ സൗകര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് സ്റ്റൊമക്ക് ക്യാൻസർ ഉണ്ടാക്കാനും മടിക്കാത്ത ഒരു ജീവി കൂടിയാണ് ഈ ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്നത്. ഇതിൻ്റെ DNA മനുഷ്യൻ്റെ പരിണാമചരിത്രം പറയുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ കുറച്ചു മുമ്പ് മനുഷ്യൻ്റെ പരിണാമചരിത്രം പറഞ്ഞതുപോലെ ഹെലിക്കോബാക്ടർ പൈലോറി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുമുണ്ട്, DNA-യുമുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഹെലിക്കോബാക്ടർ പൈലോറി ഉള്ളത് ആഫ്രിക്കയിലാണ് എന്നുള്ളത്. കൂടാതെ ആഫ്രിക്കയിൽ നിന്ന് ദൂരം കൂടുന്നതിനനുസരിച്ച് ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ജനിതക വൈവിധ്യം കുറയുന്നതായും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആഫ്രിക്കയിൽ ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു, അവർക്ക് ഹെലിക്കോബാക്ടർ പൈലോറി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു പങ്ക് ആഫ്രിക്ക വിട്ട് പല ദേശങ്ങളിലേക്കും കുടിയേറി. അവയോടൊപ്പം തന്നെ ഹെലിക്കോബാക്ടർ പൈലോറിയും അന്യനാടുകളിലേക്ക് യാത്ര ആരംഭിച്ചു എന്നുള്ളതാണ്. മനുഷ്യൻ പോയ വഴിയേ പോയത് കൊണ്ട് തന്നെ മനുഷ്യന് ലഭിച്ചിട്ടുള്ള പരിണാമചരിത്രം പോലൊരു പരിണാമചരിത്രം ഹെലിക്കോബാക്ടർ പൈലോറിക്കും പറയാനുണ്ട് എന്നുള്ളതാണ്. ഇതാണ് 1ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒരു പുതിയ വിഷയമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എന്താണ് മനുഷ്യന് ആഫ്രിക്കയിലെ മറ്റ് ജീവജാലങ്ങളുമായിട്ടുള്ള ബന്ധം, ആഫ്രിക്കയിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യൻ പരിണമിച്ചു തുടങ്ങിയത് എന്നുള്ളതായിരിക്കും അടുത്ത എപ്പിസോഡിൽ ഞാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.